എന്നിട്ട് എ ഗ്രൂപ്പ് ഇല്ലാതായി എന്ന് ഇവർ പറഞ്ഞത് പച്ചക്കള്ളമാണതൊക്കെ. എ ഗ്രൂപ്പിൽ നിന്നൊന്നും ഒരാളും അങ്ങോട്ടേക്ക് പോയിട്ടില്ല. അത് പി സി വിഷ്ണുനാഥ് കഴിഞ്ഞ ദിവസം പറഞ്ഞു ഞങ്ങൾ ഈ ഉമ്മൻചാണ്ടിയുടെ ആളുകൾ ഞങ്ങളൊരിടത്തും പോയിട്ടില്ല, ഞങ്ങൾ ഇവിടെ തന്നെ ഉണ്ടെന്ന്. ഞാൻ മനസ്സിലാക്കിയെടുത്തോളം പി സി വിഷ്ണുനാഥും ഷാഫി പറമ്പിലും രാഹുൽ മാങ്കൂട്ടും എല്ലാം അവിടെ നിന്നിടത്ത് തന്നെ നിൽക്കുകയാണ്. ഈ കെ സി വേണുഗോപാൽ കഴിഞ്ഞ 4 വർഷക്കാലമായി ഈ എ ഗ്രൂപ്പ് എന്ന് പറയുന്ന സംവിധാനത്തെ തകർക്കാനും കേരളത്തിൽ ഒരു നിലനിൽപ്പുണ്ടാക്കാൻ വേണ്ടിയിട്ട് എന്തുമാത്രം നാണംകെട്ട കളികൾ കളിച്ചെന്നറിയാവും. ഞാനത് പുറത്തേക്ക് പറയുന്നില്ല. പക്ഷേ ഈ നാണംകെട്ട കളികളെല്ലാം കളിച്ചിട്ടും അയാൾ അവിടുത്തെ ഏറ്റവും വലിയ അധികാരിയായിട്ടും അയാളുടെ കൂടെ 3-ാം കിട 4-ാം കിട ചില നേതാക്കന്മാരുള്ളതല്ലാതെ ആര് പോയി അയാളുടെ കൂടെ? തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ പോയി. തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ നമുക്കറിയാം കണ്ടം വെച്ച ഇപ്പോൾ കീറച്ചാക്കായി മാറിയ ഒരുത്തനാണ്. ടി സിദ്ദിഖ് എന്ന് പറഞ്ഞൊരുത്തം പോയി. അയാളെ കുറിച്ചിട്ട് ഞാനിവിടെ ഒന്നും പറയുന്നില്ല, കോൺഗ്രസ്സുകാർക്ക് അറിയാം അയാൾ ഉമ്മൻചാണ്ടിയെ വരെ വഞ്ചിച്ചവനാണെന്നുള്ളത്. അങ്ങനെ 2 പേര് പോയതല്ലാതെ ഈ കെ സി വേണുഗോപാലിനോട് ആര് പോയി? ഒരാളും പോയില്ല. അപ്പോൾ എ ഗ്രൂപ്പ് എന്ന് പറഞ്ഞ ഈ സംവിധാനത്തിൻ്റെ ശക്തി എന്ന് പറഞ്ഞാൽ എന്താ? അതൊരു ഗ്രൂപ്പല്ല, അത് അടിത്തട്ടിൽ നിന്ന് മുതൽ കെട്ടിപ്പടുത്തൊരു സംവിധാനമാണ്. മറുവശത്ത് വിശാല ഗ്രൂപ്പ് ഉണ്ടായിരുന്നു ചെന്നിത്തലയുടെ കൂടെ. അതിൻ്റെ പ്രധാനപ്പെട്ട പ്രശ്നം എന്തായിരുന്നു? അതിനൊരു സംഘടനാ ശക്തി ഉണ്ടായിരുന്നില്ല. അത് മുഴുവൻ വ്യക്തികൾ മാത്രമായിരുന്നു. ആ വ്യക്തികളെയാണ് രമേശ് ചെന്നിത്തല ഒരു ഗ്രൂപ്പായി നിർത്തിയത്. അവരെല്ലാവരും പൊടിയും തട്ടി അവർ പോയി. കെ സി വേണുഗോപാൽ പോലും രമേശ് ചെന്നിത്തലയുടെ ഗ്രൂപ്പുകാരനായിരുന്നു, അപ്പുറത്തേക്ക് പോയി. അവിടെ ഇപ്പോൾ രമേശ് ചെന്നിത്തല 1-2 ആളുകൾ മാത്രമേ ഉള്ളൂ. മറ്റവർ ഒരു സംഘടനാ സംവിധാനമാണ് അവർ. അതുകൊണ്ട് അവരെ ഒന്നും ചെയ്യാൻ പറ്റില്ല. ഇപ്പോൾ ലിയോ ഒന്ന് ആലോചിച്ചു, അവർ 18 കാലമായി ഒന്നുകിൽ ഉമ്മൻചാണ്ടി ഒന്നിൽ കെ പി സി പ്രസിഡന്റ് അവരുടെ ആളായിരുന്നു, അല്ലെങ്കിൽ മുഖ്യമന്ത്രി അവരുടെ ആളായിരുന്നു. ഇത് രണ്ടും ഇല്ലാതായിട്ട് 4 വർഷമായി അവർക്ക്. പക്ഷേ അവരുടെ കൂടെ ഒന്നും ആരും പോയിട്ടില്ല, ഒറ്റക്കെട്ടായി നിൽക്കുകയാണ്. മനസ്സിലായി? അവർ വളരെ അച്ചടക്കത്തോടുകൂടി നിൽക്കുകയാണ്. 980-ൽ ഈ എ ഗ്രൂപ്പ് പിളർന്നതാണ് കോൺഗ്രസിൽ നിന്ന്. അന്ന് 980-ൽ എ ഗ്രൂപ്പ് കോൺഗ്രസിൽ നിന്ന് പിളരുമ്പോൾ അന്ന് കോൺഗ്രസിൻ്റെ നേതാവ് ഇന്ദിരാഗാന്ധി ആയിരുന്നു. ഇന്ദിരാഗാന്ധി ഏറ്റവും വലിയ ഏകാധിപതിയായി കോൺഗ്രസിനെ അഖിലേന്ത്യാ തലത്തിൽ ഭരിച്ചുകൊണ്ടിരുന്നപ്പോഴാണ് കോൺഗ്രസ്സുകാർ ഈ എ ഗ്രൂപ്പ് അന്ന് പിളർന്നു പോയി 2 വർഷം LDFിൻ്റെ കൂടെ ഭരിച്ച ചരിത്രമുണ്ട് അവർക്ക്. അതെ, ആ സ്ഥാനത്ത് ഇന്ദിരാഗാന്ധി ഉള്ളപ്പോൾ അവർക്ക് വേണേൽ പിളരാമെങ്കിൽ ഈ രാഹുൽ ഗാന്ധി എന്ന് പറഞ്ഞാൽ ഈ പാവപ്പെട്ടവൻ ഈ ടീഷർട്ടും ഒക്കെ ഇട്ടുകൊണ്ട് ഇങ്ങനെ നടക്കുക, ലോക്സഭയിൽ ചെന്ന് 10 പ്രസംഗം നടത്തുക, ഇതൊക്കെ ചെയ്യുന്ന രാഹുൽ ഗാന്ധി ഉള്ളപ്പോൾ അവർക്ക് പുറത്തു വരണമെങ്കിൽ അവർക്ക് ബുദ്ധിമുട്ടില്ല. പുറത്തു വരും എന്നുള്ള അർത്ഥത്തിൽ ഞാൻ പറയുകയല്ല ചെയ്തു.